ഹായ്, ഓണത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ഫേമസ് ആയിട്ടുള്ള അങ്കമാലിയുടെ സ്വന്തം മാങ്ങാക്കറിയാണിന്ന്. ചൂട് ചോറിൻ്റെ കൂടെ ഈ മാങ്ങാക്കറി കൂട്ടിയാൽ വേറെ വിഭവങ്ങളൊന്നും വേണ്ടി വരില്ല, അത്രയ്ക്ക് സ്വാദാണ്. നമ്മൾ 2 മാങ്ങ എടുത്തിട്ടുണ്ട്, ഏകദേശം 1/4 കിലോ ഉണ്ടാവും. ആ കണക്കിനാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. തൊലി കളഞ്ഞിട്ടാണ് മാങ്ങാ കഷ്ണങ്ങൾ കൂട്ടാനിലേക്ക് എടുക്കുന്നത്. തൊലി കയ്പില്ലെങ്കിൽ തോലോട് കൂടി തന്നെ നോക്കാം. ഇതിപ്പോൾ തൊലി കയ്പൻ മാങ്ങയാണ്, നല്ല പൊളിയുണ്ട് മാങ്ങയ്ക്ക്. നീളത്തിലുള്ള കഷ്ണങ്ങളാണ് ആക്കേണ്ടത്. പുളി അധികം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂത്ത് നിറം മാറിയ മാങ്ങ എടുത്തത്. നീളത്തിൽ പൊളിയിട്ട് ഒന്ന് നടുമുറിക്കാം. കനം ഒരുപോലെ വേണം കഷ്ണങ്ങൾക്ക്, അല്ലെങ്കിൽ ചിലതൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ ഈ വലുപ്പത്തിൽ നുറുക്കിയിട്ടുണ്ട്. 3 സബോള തൊലി കളഞ്ഞെടുത്തു. 3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും ഇതും കൂടി നുറുക്കിയെടുക്കാം. ബൗളിലേക്ക് സബോള സ്ലൈസസ് ആക്കിയത്, ഇഞ്ചി നീളത്തിൽ നുറുക്കിയത്, ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് കീറിയത്, പാകത്തിനുള്ള ഉപ്പ്, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഇപ്പോൾ സബോള, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി, വെളിച്ചെണ്ണ എല്ലാമായി. ഇനി 5 മിനിറ്റ് നേരം തിരുമണം. പൊടികളും കഷ്ണങ്ങളൊക്കെ മിക്സായി വരണം. സബോള കുഴഞ്ഞ് സോഫ്റ്റായിട്ട് വരും. മാങ്ങ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചേർക്കണ്ടു. ഇങ്ങനെ തിരുമ്മി എടുക്കുമ്പോൾ തന്നെ നല്ല മണം വരും. മുളക് പൊടിയും വെളിച്ചെണ്ണയും ഒക്കെ ചേർന്ന മണം. ഇനി മാങ്ങാ കഷ്ണങ്ങളിടാം. ഒന്നുകൂടി മിക്സ് ചെയ്യാം. 1 മിനിറ്റൊക്കെ മതി. മുളക് പൊടി നല്ല എരിവുള്ളതാണ് എടുത്തേക്കണേ. പച്ചമുളകിന് നല്ല എരിവുണ്ട്. അപ്പോൾ ഈ കണക്കിന് തന്നെ മതിയാവും. ഈ സമയത്ത് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കുകയും ചെയ്യാം. ചീനച്ചട്ടിയിലേക്ക് ഈ മിക്സ് ചേർക്കാം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ നേരത്തെ ചേർത്തിരുന്നു, വേറെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. നാളികേരത്തിൻ്റെ 2ാം പാൽ ഒഴിക്കാം. 10 മിനിറ്റ് ഈ പാലിൽ വേവണം. 1 നാളികേരത്തിൻ്റെ പാലാണ് ആകെ എടുത്തേക്കണേ. അതിൻ്റെ 2ാം പാലാണ് പൊഴിച്ചത്. അടച്ചു വയ്ക്കാം. 5 മിനിറ്റായി. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഒന്ന് ഇളക്കാം. കഷ്ണം ഇങ്ങനെയായിട്ടുണ്ട്, കുറച്ചും കൂടി വേവട്ടെ. നാളികേരപ്പാൽ കുറച്ച് വറ്റിയിട്ടുണ്ട്. കഷ്ണങ്ങളും വെന്തു, ഉടഞ്ഞിട്ടില്ല, പാകത്തിന് വെന്തു. ഇനി 1ാം പാൽ ഒഴിക്കാം. ഇളക്കാം. ഒന്ന് തിളച്ച് ഓഫ് ചെയ്യാം. 1ാം പാൽ ഒഴിക്കുമ്പോൾ ഗ്രേവി കുറുകി വരും. തിളച്ച് കഴിഞ്ഞു. ഇനി ഓഫ് ചെയ്യാം. വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കുറേ നേരം കേടുവരാണ്ടിരിക്കും കൂട്ടാൻ. ഇനി വറുത്തിടാം നമുക്ക്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പൊടിയായിട്ട് നുറുക്കിയതാണ് ഉള്ളി. ഒന്ന് നിറം മാറട്ടെ. 3 ചുവന്ന മുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നിറത്തിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇത് മാങ്ങാക്കറിയിലേക്ക് ഒഴിക്കാം. ഓപ്ഷനിലാണ്. കൂടുതൽ നിറം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇളക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ല കളറാവും. നല്ല കുറുകിയ ഗ്രേവിയാണ്. പാകത്തിന് വെന്ത കഷ്ണങ്ങളുമാണ്. എല്ലാ രസങ്ങളും ഉണ്ട് ഈ കൂട്ടാൻ. ഒരിക്കൽ ഉണ്ടാക്കി കൂട്ടിയാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ തോന്നും. അത്രയ്ക്ക് സ്വാദാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഓണത്തെ കിച്ചൺ ലൈക്ക് ചെയ്യുക. താങ്ക് യു.